ഐ ഫുള്ളി സപ്പോർട്ട് യുവർ ഡിസിഷൻ. പക്ഷേ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വെച്ച് പോകരുത് അച്ഛനെ കാണാൻ. എൻ്റെ അമ്മയുടെ ലൈഫിൻ്റെ പ്രൈം. എനിക്കൊരു അച്ഛന് ആവശ്യമുണ്ടായിരുന്നു എന്ന് തോന്നിയ ടൈം. ആ സമയത്താണ് അയാൾ ഞങ്ങൾ ഒറ്റക്കാക്കിയിട്ട് പോയത്. സത്യം പറഞ്ഞാൽ എനിക്ക് അയാളുടെ മുഖം പോലും ഓർമ്മയില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഏതൊരാളെ കാണാൻ പോകുന്ന ഫീൽ, അത്രേ ഉള്ളൂ. But Ajay, he's your father. ഇവിടെ നല്ല ദോശ കിട്ടും, നിനക്ക് വേണോ? No. എനിക്ക് ഇവിടുന്ന് ഒരു മാറ്റം ആവശ്യം തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോകുന്നത്. ജസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ്. ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത, ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, അയാളുടെ അടുത്തേക്ക് ഞാനിപ്പോൾ പോകുന്നു. അജയ്, അജയ് അല്ലേ? അല്ല. ഓ സോറി. രവിശങ്കർ, യുവർ ഫാദേഴ്സ് ബ്രദർ. നോ നോ. ഓക്കെ, കം. Please. കേരളം ടച്ച് ചെയ്തപ്പോഴും ഉണർന്നതാണോ അല്ലേ? അല്ല, കേരളം എത്തുമ്പോഴേക്കും നല്ല ഒന്നാന്തര റോഡല്ലേ? ഹലോ അമ്മ, ഞാൻ കാറില്ല, വീട്ടിലേക്കായിരിക്കും. ശരി, ഞാൻ എത്തിയിട്ട് വിളിക്കാം. ബൈ. എത്ര മണിക്കാണ് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ്? ഒരു 9 o'clock. വൈഫൈ ഉണ്ട്. ഇഫ് യു വോണ്ട് ടു സർഫ്, പ്ലീസ് ടെൽ മീ ഇഫ് ദർ ഇസ് എനിത്തിങ് യു വോണ്ട്. If there is anything I want. ഞങ്ങൾക്ക് ഒരിടം വരെ ഒന്ന് പോകണം. അധികം താമസിക്കില്ല. ഫിലിപ്പ് ഇവിടെ ഉണ്ടാവും. എന്തെങ്കിലും കൊണ്ടുവരണോ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ? ഞാനിവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അതൊരു ബോധരേഷനാവണ്ട. എവിടെ വേണേലും പോവുകയോ എപ്പോൾ വേണേലും തിരികെ വരികയോ ചെയ്തോളൂ. ഞാനതാ ഉദ്ദേശിച്ചത്. എനിക്കിപ്പോൾ 5 വയസ്സല്ല. സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ നോക്കാനറിയാം. ആളോട് സംസാരിച്ചോ? ഇല്ല. റിപ്പോർട്ട്സ് എങ്ങനെയുണ്ട്? നോട്ട് ലുക്കിംഗ് ഗുഡ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനി മറ്റു ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. കുറച്ച് റിപ്പോർട്ട്സ് കൂടി വരാനുണ്ട്. എത്രയും പെട്ടെന്ന് മകനോട് സംസാരിക്കണം. ഹീസ് അവർ ഓൺലി ഹോപ്പ്. ഓ, എന്തൊരു സ്നേഹം, എന്തൊരു വാത്സല്യം. പുള്ളി ഇതൊക്കെ എത്ര നാൾ എവിടെ കൊണ്ടുവച്ചിരിക്കുമെന്ന് തോന്നും പ്രകടനം കണ്ട്. അതെന്താ?
ഒരുതരം ഇറിറ്റേറ്റിംഗ് കൺസേൺ. വീടെങ്ങനെയുണ്ട്? ക്വൈറ്റ് ഗുഡ്. അല്പം ടേസ്റ്റ് ഒക്കെ ഉള്ള ആളാണെന്ന് തോന്നുന്നു. കുടിക്കാൻ വല്ലതും എടുക്കണോ? ഓ, ആരാ ഇത്? സരൾ, ഹൗസ് ദിസ്? ഇറ്റ്സ് നൈസ്. പറയാൻ പറ്റില്ല, ചിലപ്പം വകയിലെൻ്റെ അങ്കിളൊക്കെ ആയിട്ട് വരുമായിരിക്കും. What does your father do? Hello? Hello, Ajay? Yeah, I'm here. Is your father working? He's a lawyer. ഇന്നലെ രാത്രി അവർ വന്നത് 2 പേരുണ്ടായിരുന്നു. ആദ്യം കുറച്ച് പണം തരാമെന്ന് പറഞ്ഞു. പിന്നെ അനിതയ്ക്ക് നാട്ടിൽ തന്നെ നല്ലൊരു ജോലി ഓഫർ ചെയ്തു. ഒന്നും നടപ്പില്ലെന്ന് വന്നപ്പോൾ ടോൺ മാറി. പിന്നെ ഭീഷണിയായി. അതിലൊരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എവിടെ വെച്ച് എപ്പോ എന്നൊന്നും ഓർമ്മിക്കാൻ പറ്റുന്നില്ല. വരൂ സാർ, ഇരിക്കെ. ഒരു പോലീസ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണം. നാളെ കേസിൽ ചിലപ്പോൾ അത് നമ്മളെ സഹായിക്കും. ഡോക്ടർ എന്ത് പറഞ്ഞു? അതേ മരുന്നുകൾ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അജയ്, മോനെ അജയ്, മോനെ അങ്ങോട്ട് പോകണ്ട. അജയ്. എന്തുപറ്റി? ഇത് 2ാമത്തെ തവണയാ സാറേ രാത്രിയിലുള്ള ഈ കല്ലേറ്. ആരുടെങ്കിലും മുഖം കണ്ടായിരുന്നോ ക്ലിയർ ആയിട്ട്? അത് കണ്ടു. എൻ്റെ മകനാ അജയ്. ഓ സർ, ബ്രദർ ഉണ്ടായിരുന്നില്ലേ കൂടെ? ഒന്ന് പുറത്തേക്ക് പോയതാ, ഇപ്പോൾ എത്തും. സർ, ഒരു കംപ്ലൈൻറ്റ് എഴുതി വെച്ചിരുന്നാൽ മതി. ഞാൻ രാവിലെ ഇവിടെ ഒന്ന് കളക്ട് ചെയ്തോളാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ആ. ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? അല്ലെങ്കിൽ ഞാൻ 2 പേരും ഇവിടെ പോസ്റ്റ് ചെയ്യാം സർ. അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ എന്നാ. ആ. ഓക്കെ. കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുകയാണ്. സാർ ഈ കേസിൽ നിന്ന് പിന്മാറണം. ഞാൻ വേറെ ഏതെങ്കിലും വക്കീലിനെ കേസ് ഏൽപ്പിച്ചോളാം. സാറിൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് അത്ര ശരിയല്ല. ഏതവസ്ഥ? വേണുക്കുട്ടൻ സാർ പറ, ഏതവസ്ഥ? 22-ാം തീയതി അടുത്ത ഹിയറിങ്. ഇത്തരം നിസ്സാര കാര്യങ്ങളുടെ ഇടയിൽ അത് മറക്കണ്ട.